ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഒരു സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് കേക്ക് വേണം. അതായിരുന്നു എൻ്റെ അടുത്ത് ഈ കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മോഡലിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നേ. ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഈ സെയിം മോഡലിൽ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലേക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഈ സെയിം മോഡലിൽ തന്നെ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര അതെന്തായാലും വീഡിയോ എടുക്കണം എന്ന് അന്നേ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു എൻ്റെ അടുത്ത് ഈ കേക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലാകെ ഡിഫറൻസ് വരുത്താൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡ് കളർ ഫ്ലവർ കൊടുക്കണം എന്നുള്ളതായിരുന്നു. നോർമലി റെഡ് കളർ എവിടെ ആഡ് ചെയ്യേണ്ടതിലും റെഡിൻ്റെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം കളർ കയ്യിലാവുന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട്. ഇതിൽ വളരെ കുറച്ചായതുകൊണ്ടും കംപ്ലീറ്റ്ലി വൈറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതായതുകൊണ്ടും ഞാൻ കുറച്ചധികം റെഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ഭംഗി ഉണ്ടാവണമെങ്കിൽ അത് അങ്ങനെ വരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നപ്പോൾ. ഞാൻ ആദ്യം ചെയ്ത കേക്കും ഇതിൻ്റെ കൂടെ